എന്തിനാണ് ഈ പറയുന്ന പ്രതിയായ വ്യക്തിക്ക് പൾസർ സുനി എന്തിനാണ് കത്ത് അയച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദിലീപ് 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തത് ദേപ്പുട്ടിലേക്ക് പുട്ടിറക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്തായാലും എന്നുള്ള കാര്യത്തിൽ മിനിമം ചോറ് കഴിക്കുന്ന നമ്മൾ മനുഷ്യന്മാർക്കൊക്കെയുള്ള മിനിമം ബോധം വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാനുള്ള സാധ്യത ഉണ്ടോ? ഇവിടെ തീർച്ചയായിട്ടും കുറ്റവാളികളായിട്ടുള്ള വ്യക്തികളുടെ പട്ടികയിലേക്ക് അല്ലെങ്കിൽ അതിക്രമം ചെയ്ത് ആ അതിക്രമത്തെ ന്യായീകരിച്ച് നിയമവ്യവസ്ഥയിൽ തങ്ങളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ ശ്രമിച്ച മനുഷ്യരുടെ പട്ടികയിലേക്കാണ് ഈ ദിലീപ് അടക്കമുള്ള ആളുകൾ പോകുന്നതെങ്കിൽ വളരെ കൃത്യമായിക്കൊണ്ട് ഈ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിച്ച നീതിന്യായ വ്യവസ്ഥയെ തന്നെ പുതുക്കി പണിഞ്ഞ മധുരയെയും ബൻവരി ദേവിയുടെയും പേരിൻ്റെ പട്ടികയിലേക്കാണ് നമ്മുടെ അതിജീവിതയെ ചരിത്രം ഓർമ്മപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവൾ നീതിന്യായ വ്യവസ്ഥയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളുണ്ട്. ഡിജിറ്റൽ എവിഡൻസിൻ്റെ സേഫ്റ്റി സംബന്ധിച്ച് കേരള ഹൈക്കോടതി സുപ്രധാനമായ ഗൈഡ് ലൈൻ പുറപ്പെടുപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവൾ കാരണമായിട്ടുണ്ട്. ഇന്റേണൽ കമ്മിറ്റികൾ സിനിമാ മേഖല അടക്കമുള്ള തൊഴിൽ മേഖലയിൽ വരുന്നതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി അവളുടെ വലിയ ഫൈറ്റ് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥയിലുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു നിരാശയിലേക്കല്ല ഈ കേസ് വഴിച്ചുകൊണ്ടുന്നത്, മറിച്ച് കാലാകാലങ്ങളിലായിട്ടുള്ള സ്ത്രീകളുടെയും മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിനെയും ഒക്കെ തന്നെ പ്രതിരോധത്തിൽ നീതിന്യായ വ്യവസ്ഥ തന്നെ പുതുക്കി പണിത ഇടത്തിലേക്കാണ് ഈ കേസിൻ്റെ നാൾവഴികൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാനും. നോക്കൂ, പെട്ടെന്ന് നിയമവ്യവസ്ഥയെ വലിയ വിശ്വാസമാണ് ചില ആളുകൾക്കൊക്കെ. ഇന്നലകളിൽ വരെ ഐസികൾ കൃത്യമായി കൊണ്ട് ഫങ്ഷൻ ചെയ്യണം തൊഴിലിടത്ത് എന്ന് പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട വ്യക്തികളുടെ ഐഡന്റിറ്റികൾ പ്രൈവസികൾ മാനിക്കപ്പെടണം എന്ന് പറഞ്ഞ സമയത്ത് നിയമവ്യവസ്ഥയെ പുച്ഛിച്ച് തള്ളിയ മനുഷ്യർക്കൊക്കെ പെട്ടെന്നൊരു നാൾ നിയമവ്യവസ്ഥയിൽ പൂർണ്ണമായ വിശ്വാസമാണ്. ഇവർക്ക് എന്തിലാണ് വിശ്വാസം? നിയമവ്യവസ്ഥയിലല്ല ഇവർക്ക് വിശ്വാസം, മറിച്ച് ഇവരുടെ വിശ്വാസം ദിലീപിലാണ്, വ്യക്തികളിലാണ് ഇവരുടെ വിശ്വാസം. വെറും വ്യക്തികളിലല്ല, പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളിലാണ് ഇവർക്ക് വിശ്വാസം. ഏതെങ്കിലും കേസിൽ കുറ്റാരോപിതരായിക്കൊണ്ട് തെറ്റായ രീതിയിൽ അടിച്ചമർത്തപ്പെടുന്ന ദളിത് ആദിവാസികൾ അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും പുരുഷന്മാർക്ക് വേണ്ടി ഏതെങ്കിലും സമയത്ത് ഇവരൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ പവർഫുൾ ആയിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള പുരുഷന്മാർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ സ്റ്റാൻഡ്. ഇവർക്ക് നീതിയോട് യാതൊരു രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ പറയുന്നത് ഞങ്ങൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് സംഘടനയുടെ അഭിപ്രായമല്ല, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ഈ വ്യക്തിപരമായിട്ട് അങ്ങ് ഫോം വിളിച്ച് പറഞ്ഞാൽ പോരെ ഇവർക്കൊക്കെ. എന്തിനാണ് പൊതു സ്പേസിൽ വന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നത്? നിങ്ങൾ പൊതു സ്പേസിൽ വന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ആക്റ്റാണ്. റേപ്പ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ക്രൈം ആവുന്നത് പോലെ തന്നെ നിങ്ങളുടെ റീവിക്ടിമൈസേഷനും പൊളിറ്റിക്കൽ ക്രൈം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൊതു ഇടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒപ്പം നിന്നുകൊണ്ട് ഫോട്ടോ ഇടുന്ന ഓരോ ആളുകളും ചെയ്യുന്നത് യു ആർ ഡൂയിങ് എ പൊളിറ്റിക്കൽ ആക്ട്. ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് സർവൈവറിനൊപ്പം നിൽക്കുന്ന നമ്മൾ ആരുമല്ല, നമ്മൾ നീതിയാണ് പൊളിറ്റിസൈസ് ചെയ്യുന്നത്, നിങ്ങൾ അനീതിയാണ് പൊളിറ്റിസൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം. രണ്ടുപേരും ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്. ഇതിൻ്റെ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് വല്ലതുമാണോ? സഹപ്രവർത്തകരാണ് രണ്ടുപേരും എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കാൻ വേണ്ടി ചെറിയ ക്ലാസ്സിൽ ക്ലാസ് റൂമിൽ ഒരു കുട്ടിയെ ഉന്തിയിട്ട് കഴിഞ്ഞാൽ മുറിവേറ്റ കുട്ടിക്കൊപ്പം നിൽക്കാൻ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കാണിക്കുന്ന ഒരു നീതിബോധമെങ്കിലും ഉണ്ടല്ലോ. ആ മിനിമം നീതിബോധം പോലും ഇല്ല എന്നുള്ളതാണ് ലക്ഷ്മി പ്രീതിയെ അടക്കമുള്ള മനുഷ്യന്മാർ കാണിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായി കൊണ്ടുള്ള എവിഡൻസുകൾ ഉണ്ടല്ലോ. നോക്കൂ, 10ഓളം എവിഡൻസുകൾ വളരെ കൃത്യമായി കൊണ്ട് പൾസർ സുനിയും ഈ ദിലീപുമായുള്ള ബന്ധങ്ങളെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊറാബറേറ്റീവ് ആയിട്ടുള്ള എവിഡൻസസ് ആയിട്ടുണ്ട്. എന്തിനാണ് ഈ പറയുന്ന പ്രതിയായ വ്യക്തിക്ക് പൾസർ സുനി എന്തിനാണ് കത്ത് അയച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദിലീപ് 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തത് ദേപ്പുട്ടിലേക്ക് പുട്ടിറക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്തായാലും എന്നുള്ള കാര്യത്തിൽ മിനിമം ചോറ് കഴിക്കുന്ന നമ്മൾ മനുഷ്യന്മാർക്കൊക്കെയുള്ള മിനിമം ബോധം വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാനുള്ള സാധ്യത ഉണ്ടോ? എന്താണ് ഇവർ തമ്മിലുള്ള ബോണ്ട്? പൾസർ സുനി സിനിമാ ഇൻഡസ്ട്രിക്കകത്തുള്ള നടനോ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനോ ഒന്നുമല്ലല്ലോ. എന്ത് രീതിയിലുള്ള ബോണ്ടായിരുന്നു ഇവർ തമ്മിലുള്ളത് എന്നുള്ളതിനകത്ത് ക്രിമിനൽ കോൺസ്പിറൻസി ആണെന്നുള്ളതിനെ വളരെ കൃത്യമായി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന എവിഡൻസ് നേരത്തെ പി എം ആതിര സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള എവിഡൻസസ് ഈ കേസിനകത്ത് ഡിജിറ്റൽ എവിഡൻസസ് വരെ